നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയത് മഹിളാ മോർച്ചയുടെ ദേശീയ കൗൺസിൽ അംഗവും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ എം.എൽ. അശ്വിനിയായിരുന്നു. മുതിർന്ന പല സ്ഥാനാർത്ഥികളും എത്തിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് മണ്ഡലത്തിൽ യുവ വനിതാ നേതാവിനെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അവതരിപ്പിച്ചത്. മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ മുതൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വരെ മത്സരിച്ച മണ്ഡലമാണ് ലോക്സഭ എന്ന് നമുക്കറിയാം. CPM-ന്റെ കോട്ടയായ കാസർഗോഡ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു വിജയിച്ചത്. ഇത്തവണയും UDF-ന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് കാസർഗോഡ് കളത്തിലിറങ്ങുന്നത്. LDF-ന് വേണ്ടി ആവട്ടെ MV ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നത്. ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണിത്. ഇതിൽ മഞ്ചേശ്വരവും കാഞ്ഞങ്ങാടും പയ്യന്നൂരും ഉൾപ്പെടെയുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെയും ഇടതുപക്ഷത്തിന് കാര്യമായ മേൽക്കൈ ഉണ്ടായിരുന്നു. ഈ കോട്ടകളിലേക്ക് പലപ്പോഴും പണ്ട് കാലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിന് പോലും എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. കാരണം അത്ര കണ്ട് പാർട്ടിയോട് വിധേയത്വമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ തന്നെയായിരുന്നു ഇതൊക്കെ. പക്ഷേ ഈ ഇടത്തേക്കാണ് ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി കടന്നു കയറിയിരിക്കുന്നത്. ഇവിടെ പ്രചരണം വളരെ സജീവമായി തന്നെ അശ്വിനി മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. മഞ്ചേശ്വരത്ത് KG മാരാർ മുതൽ K സുരേന്ദ്രൻ വരെ പരാജയപ്പെട്ടത് നിസാര വോട്ടുകൾക്കായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ അശ്വിനിക്കുണ്ട്. BJP A+ മണ്ഡലമായി കരുതുന്ന കാസർഗോഡ് പിഴവുകളില്ലാതെ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയിക്കാം എന്നുള്ള ആത്മവിശ്വാസവും BJP-ക്കുണ്ട്. എന്തായാലും മുതിർന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായി ഒരു യുവ വനിതാ നേതാവിനെ തന്നെ BJP കളത്തിലിറക്കിയതിന് പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളം.